ഇടുക്കി മുട്ടത്ത് 72കാരിയെ തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറാണ് ശിക്ഷിക്കപ്പെട്ടത്. മാതൃസഹോദരിയായ സരോജിനിയെയാണ് സ്വത്ത് തട്ടിയെടുക്കാൻ സുനിൽകുമാർ കൊന്നുകളഞ്ഞത്. ക്രൂരമായ മർദ്ദനം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഈ 3 കുറ്റങ്ങൾക്കുമായി 33 വർഷം സുനിൽകുമാർ ശിക്ഷ അനുഭവിക്കണം. ജീവപര്യന്ത തടവാണ് ഉയർന്ന ശിക്ഷ. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴയിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ 3 വർഷം കഠിന തടവിനാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPC 436, 449 പ്രകാരം 10 വർഷം തടവും 25,000 രൂപ പിഴയും. അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ 2 വർഷം കഠിന തടവിനുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ IPC 325, 201 പ്രകാരം 25,000 രൂപ പിഴയും 7 വർഷം കഠിന തടവിനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പിഴയിൽ അത് വീഴ്ച വരുത്തുകയാണെങ്കിൽ 2 വർഷം കഠിന തടവ് അനുഭവിക്കണം. മൊത്തം 33 വർഷത്തെയാണ് തടവ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രതിയാണേലും വലിയ വളരെ സൗമ്യമായി ഇടപെടുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു നേരത്തെ. സരോജിനിയുടേത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. ഇതിനായി പലതവണയായി പ്രതി റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണ വാങ്ങി സൂക്ഷിച്ചിരുന്നു. 2021 മാർച്ച് മാസത്തിലാണ് കൊലപാതകം നടക്കുന്നത്. കൊലപാതകം നടക്കുന്നതിന് 6 വർഷം മുമ്പാണ് സുനിൽകുമാർ സരോജിനിയുടെ സഹായിയായി മുട്ടത്തെത്തുന്നത്. 2 ഏക്കർ ഭൂമി അടക്കം 6 കോടി രൂപയുടെ സ്വത്തുക്കൾ സരോജിനിക്കുണ്ടായിരുന്നു. മാതൃ സഹോദരിയായ സരോജിനിയെ നോക്കുന്നതിലൂടെ ഈ സ്വത്ത് തനിക്ക് ലഭിക്കുമെന്ന് സുനിൽകുമാർ കരുതി. എന്നാൽ സരോജിനി, സുനിൽകുമാർ അടക്കമുള്ള സഹോദരികളുടെ 9 മക്കൾക്ക് സ്വത്ത് തുല്യമായി ഭാഗം വെച്ചു. ഇതാണ് കൊലയ്ക്കുള്ള കാരണം. സരോജിനിയെ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച ശേഷം സുനിൽകുമാർ വീട്ടിലെ പാചകവാതകം തുറന്നുവിട്ടു. വീടിന് തീപിടിച്ചുള്ള സ്വാഭാവിക അപകടമരണം എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് പോലീസിന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞത്. സരോജിനിയുടേത് കൊലപാതകമാണെന്ന് നാട്ടുകാർ സംശയിച്ചിരുന്നു. പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭവും നടത്തി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.